നോർമലി മലയാളികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒന്നല്ല 5 മിസ്റ്റേക്സാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ ചെയ്യുന്നത്. അതിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത്. കാരണം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഈ താഴോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കിഡ്നിക്ക് അതൊരു സ്ട്രെയിൻ ആണ്. അപ്പോൾ ലോങ് ടേമിൽ നോക്കുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കാം. രണ്ടാമത്തേതാണ് ഈ സ്പീഡിൽ വെള്ളം കുടിക്കുന്നത്. അതും മാക്സിമം ഒഴിവാക്കണം. കാരണം നമ്മൾ സ്പീഡിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആ വെള്ളം 100% മാക്സിമം നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം അത്രയും എഫക്റ്റീവായിട്ട് ബോഡിക്ക് കിട്ടില്ല. അപ്പോൾ മാക്സിമം കുറച്ചായിട്ട് വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്യുക. മൂന്നാമത് നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം. അത് പലരും ചെയ്ത മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ ബോഡി മാക്സിമം ഡബിൾ എഫേർട്ട് ഇടണം. അതിന്റെ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി, റൂം ടെമ്പറേച്ചർ ഇറക്കാൻ വേണ്ടി അത്രയും എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം പറ്റുവാണെങ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാലാമത് ചെയ്യുന്ന മിസ്റ്റേക്കാണ് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത്. ഇത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. കാരണം അങ്ങനെ കുടിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഈ ഡൈജഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്റ്റൊമക്ക് ആസിഡ് ഉണ്ടാവും. സോ നമ്മൾ വെള്ളം കുടിക്കുമ്പം ആ ഒരു പ്രോസസ്സ് പിന്നെയും സ്ലോ ഡൗൺ ആവും. അതായത് നമ്മൾ തീയിൽ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു പ്രോസസ് പോലെ ആയിപ്പോകും. അപ്പം അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 60 മിനിറ്റ്സിന് ശേഷം വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ മിസ്റ്റേക്സ് അത് പലർക്കും അറിയുന്നതാണ്. അത് നിങ്ങൾ കമന്റ് ചെയ്തോ, ശരിയായ ഉത്തരം ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം.